ജോണർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് ത്രില്ലർ മൂവിയാണ്. സെക്കൻഡ്, ഡയറക്ഷനെ പറ്റി പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ആഷിഖ് കപൂർ സെറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. അത് വെച്ചാൽ അതിനകത്ത് ഓരോ ക്യാരക്ടറിനൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടാൽ തോന്നും ഈ പുള്ളിനെ കൊണ്ടേ ഇത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫീൽ നമുക്ക് തോന്നും. അങ്ങനെയാണ്. അതുപോലെ ഡയലോഗ്സ് നല്ല കിടു ഡയലോഗുകൾ എല്ലാം നല്ല സെറ്റായിട്ട് പോയേക്കണേ. കുറേ നാൾ കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ഷനാണ് റൈഫിൾ ക്ലബ്. തേർഡ്, സിനിമാറ്റോഗ്രഫിയും അടിപൊളിയാണ്. കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിലാണ്. കാരണം നമുക്ക് ആ മൂവി കാണുമ്പോൾ ശരിക്കും നമ്മളൊക്കെ അവിടെയാണ് നമ്മൾ എന്നുള്ളൊരു ഫീലിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഡയറക്ഷനും സിനിമാറ്റോഗ്രഫിയും. ഫോർത്ത്, എഡിറ്റിംഗ് സെക്ഷനും നൈസായിട്ട് ആ ഒരു ക്ലാസ് ഫീലില്ലേ. ഇപ്പോൾ ആ മൂവിക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലാണ് എഡിറ്റിംഗ് എല്ലാം പോയേക്കണേ. ഇപ്പോൾ VFX ആണെങ്കിലും അതുപോലെ തന്നെ ആർട്ടും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, അതായത് നമ്മൾ ഫുള്ളി ആ മൂവിയിലാകും. അങ്ങനെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് സെക്ഷനും ആർട്ട് സെക്ഷനും എല്ലാം പോയേക്കുന്നത്. പിന്നെ കളർ ഗ്രേഡിങ്, അതും ക്ലാസ് ലുക്കിൽ തന്നെ പോയേക്കണം. മൊത്തത്തിൽ ആ മൂവിയുടെ ഫീല് എല്ലാ സെക്ടറും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ എല്ലായിടത്തും പോയേക്കണത്. ഫിഫ്ത്ത്, മ്യൂസിക് എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആ മ്യൂസിക് ആ ഒരു മൂവിയിൽ ഫുള്ള് എൻഗേജിങ് ആയിട്ട് ഇരുത്തണ രീതിയിലായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം പോയിട്ടുണ്ട്. സോ നമ്മളപ്പം ആ മൂവിയിലങ്ങ് ബ്ലെൻഡായിട്ട് ഒക്കെ ഫുള്ള് ഓക്കെ എല്ലാം കണ്ട് ആ ഒരു ഫീല് നമുക്ക് ഓരോ സീനിലും മ്യൂസിക്കിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പൊളി മൂവി, എല്ലാവരും പോയി കാണേണ്ട ഒരു മൂവിയാണ്. കാരണം നമുക്ക് കുറേ നാൾ കൂടി എനിക്കൊരു നല്ല സിനിമ കണ്ടു എന്നൊരു ഫീൽ വന്നൊരു സിനിമ ഇത്. മൊത്തത്തിലെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇത് തീർന്നോ എന്നൊരു ഫീൽ എനിക്ക് തോന്നി. എന്താണെങ്കിലും അടിപൊളി മൂവിയാണ്, മസ്റ്റ് വാച്ച്.